നമസ്കാരം. ഇന്ന് നമ്മൾ രാവണന്റെ ഇളയ സഹോദരൻ വിഭീഷണനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. രാക്ഷസ കുലത്തിലാണ് ജനിച്ചതെങ്കിലും അത്യന്തം സൗമ്യനും സാത്വികനുമൊക്കെയായിരുന്നു വിഭീഷണൻ. സീതയെ രാവണൻ തട്ടിക്കൊണ്ടുവരുമ്പോൾ ഈ ചെയ്യുന്നത് അത്യന്തം നീചമായ പ്രവൃത്തിയാണെന്നും സീതയെ രാമന് തിരികെ നൽകണമെന്നൊക്കെ ഉപദേശിക്കുന്നുണ്ട് ജ്യേഷ്ഠനെ വിഭീഷണൻ. അവസാനം രാവണ നിഗ്രഹത്തിന് ശേഷം ശ്രീരാമൻ ലങ്കയിലെ രാജാവാക്കി വിഭീഷണനെ വാഴിക്കുന്നു. ചിരഞ്ജീവികളിൽ ഒരാളാണ് വിഭീഷണൻ എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇന്ന് വിഭീഷണനെ കുറിച്ച് കൂടുതൽ അറിയാം. നമസ്കാരം. വിഭീഷണൻ രാവണൻ്റെ സഹോദരന്മാരിൽ ഒരാളാണ്. നേരത്തെ പറഞ്ഞതുപോലെ രാവണൻ്റെ അമ്മ പ്രസവിക്കുമ്പോൾ അവരുടെ മൂന്ന് കുട്ടികൾ ആസുര സ്വഭാവമുള്ളവരായി ജനിച്ചതുകൊണ്ട് അതിൽ സങ്കടത്തോടു കൂടി പറഞ്ഞപ്പോൾ അവരുടെ അച്ഛനായ വിശ്രവസ്തു പറഞ്ഞു, ഇനി ജനിക്കുന്ന മകൻ നമുക്ക് എല്ലാ അർത്ഥത്തിലും സാത്വിക സ്വഭാവമുള്ള ആളായിരിക്കും, ഈ കുലം നിലനിർത്തിക്കൊണ്ട് പോകും. അതെ, അങ്ങനെ ഈ കുലത്തിൻ്റെ ശ്രേയസ് എല്ലാ കാലത്തും നിലനിർത്തുമെന്നെല്ലാം പറഞ്ഞതായിട്ട് നമ്മൾ നേരത്തെ തന്നെ അത് സംസാരിച്ചിട്ടുണ്ട് നമ്മൾ. അപ്പോൾ അങ്ങനെ ജനിച്ചയാളാണ് വിഭീഷണൻ. ഈ മൂന്ന് സഹോദരന്മാരും കൂടി ഒരുമിച്ച് തപസ്സിന് പോകുമ്പോൾ 3 പേരും തപസ് ചെയ്യുന്നു. 3 പേരുടെ മുമ്പിലും ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെടുന്നു. വിഭീഷണൻ ആവശ്യപ്പെട്ടത് എനിക്ക് ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കണം, പിന്നൊന്ന് വേറെ പഠനം കൂടാതെ തന്നെ എനിക്ക് ബ്രഹ്മാസ്ത്രം സ്വന്തമായി തീരണം എന്നാണ് ആവശ്യപ്പെട്ടത്. ഇത് രണ്ടും അനുഗ്രഹമായി കിട്ടി. വിഭീഷണൻ്റെ ജീവിതം നമ്മൾ രാമായണത്തിൽ അങ്ങനെ നോക്കിയാൽ ആദ്യമൊന്നും ഒട്ടുമേ കാണാനില്ല, എവിടെയും വിഭീഷണനെ കാണാനില്ല. ഇങ്ങനെ കുട്ടി ജനിച്ചു എന്നല്ലാതെ. അതുതന്നെ കഥ ഏറ്റവും ഒടുവിലാണ് പറയുന്നത്. എങ്കിലും നമുക്ക് എല്ലാവർക്കും രാമായണത്തെ സംബന്ധിച്ച് നമുക്കറിയാം, ഇവരെല്ലാവരും സഹോദരന്മാരാണെന്ന് നമുക്കറിയാം. പിൽക്കാലത്ത് രാമായണ പഠിതാക്കളും രാമായണ വിമർശകരും രാമായണത്തെക്കുറിച്ച് സംസാരിക്കുന്നവരും എല്ലാം വിഭീഷണനെ പലതരത്തിൽ ആണ് കണ്ടിട്ടുള്ളത്. ഒരു വിഭാഗം അദ്ദേഹത്തെ ഏറ്റവും സാത്വികമായിട്ടുള്ള, അദ്ദേഹം ദേവപക്ഷത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ഈശ്വരപക്ഷത്ത് നിൽക്കുന്ന അവതാര സ്വരൂപനായിട്ടുള്ള ശ്രീരാമനെ അന്വേഷിച്ച് ചെന്ന് ഭക്തോത്തംസമായിട്ടാണ് കാണുന്നതെങ്കിൽ, രാമായണ വിമർശകരിൽ മറ്റൊരു വിഭാഗം അദ്ദേഹത്തെ വലിയ ഒരു ചതിക്കുന്ന ആളായിട്ടാണ് കണ്ടിരിക്കുന്നത്. ഒരു ട്രൈറ്ററായിട്ടാണ് കാണുന്നത്, ഒരു ചതിയനാണ് അദ്ദേഹം, സ്വന്തം സഹോദരനെ വഞ്ചിച്ച ആളാണ് എന്നാണ് കാണുന്നത്. കുട്ടിക്കൃഷ്ണമാരാർ അദ്ദേഹത്തെക്കുറിച്ച് ലേഖനം എഴുതിയിട്ട് അദ്ദേഹം ഒരു 5ാം പത്തിയാണ് എന്നെഴുതിയിട്ടുണ്ട്. 5th കോളം എന്ന് നമ്മൾ പറയുന്ന 5ാം പത്തി, കൂടെ നിന്നുകൊണ്ട് ചതിക്കുന്ന ഒരാൾ എന്ന നിലയിലാണ്. അതുകൊണ്ടാണ് ഈ നേരത്തെ പറഞ്ഞതുപോലെ വിഭീഷണൻ ചിരഞ്ജീവിയായി തീരുന്നത്. അത്തരം ആളുകൾ എല്ലാ കാലത്തും ഭൂമിയിലുള്ളത് കൊണ്ട് ഒരു ചിരഞ്ജീവി അങ്ങനെയുള്ള സ്വഭാവ സവിശേഷതകളുള്ള ആളുകൾ എല്ലാ സമയത്തും ലോകത്തുണ്ടാവുമല്ലോ. അതുകൊണ്ടാണെന്ന് പറഞ്ഞത്. അശ്വത്ഥാമ ഉള്ളതുപോലെ, മഹാബലി ഉള്ളതുപോലെ, വ്യാസൻ ഉള്ളതുപോലെ, അങ്ങനെ 7 പേരുടെ പേര് പറയുമല്ലോ, അതിൽ വിഭീഷണൻ കൂടി ഉൾക്കൊള്ളുന്നത് അതുകൊണ്ടാണ് എന്ന് കുട്ടിക്കൃഷ്ണമാരാർ പറയുന്നുണ്ട്. നമ്മൾ വിഭീഷണനെ വാൽമീകി രാമായണത്തിൽ അന്വേഷിക്കുമ്പോൾ നമ്മൾ അദ്ദേഹത്തെ കാണുന്ന രംഗം, ഹനുമാൻ, സീതാന്വേഷണത്തിന് വന്ന ഹനുമാൻ അവിടുത്തെ ഈ ഉദ്യാനമൊക്കെ തകർത്ത ശേഷം വലിയ കോലാഹലങ്ങളൊക്കെ ഉണ്ടാക്കി അക്ഷകുമാരനെ വധിച്ചു കഴിഞ്ഞിട്ട് ഇരിക്കുന്ന സന്ദർഭത്തിൽ അവിടെ രാജസഭ കൂടി ഇങ്ങനെ ഒരു വാനരൻ കടന്നു വന്നിരിക്കുന്ന ആൾ ദൂതനായിട്ടാണ് വന്നിരിക്കുന്നതെന്നാണ് പറയുന്നത്. അയാളെ എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിക്കുമ്പോൾ രാവണൻ്റെ സദസ്സിലുള്ള ആളുകളെല്ലാം അയാളെ കൊല്ലണം എന്ന്, രാവണൻ ഉൾപ്പെടെ അയാളെ കൊല്ലണം എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോഴാണ് വിഭീഷണൻ സംസാരിക്കുന്നത്. വിഭീഷണൻ സംസാരിക്കുന്നത് ദൂതനെ കൊല്ലാൻ പാടില്ല, ദൂതൻ അത്ര വിശിഷ്ടമായി കരുതപ്പെടേണ്ട ആളാണ്. മാത്രമല്ല, ഇയാളെ ഇവിടെ കൊന്നു കഴിഞ്ഞാൽ ഇയാളെ അയച്ച ആളുകൾ അത് അറിയാനേ പോകുന്നില്ല, എന്താണ് ഇയാൾക്ക് സംഭവിച്ചതെന്ന് അറിയാനേ പോകുന്നില്ല. അതേസമയം ഇയാൾ തിരിച്ചു ചെല്ലുകയാണെങ്കിൽ അങ്ങയുടെ ശത്രുക്കളായിട്ടുള്ള ആളുകൾ, അഥവാ നമ്മൾ രാക്ഷസ കുലത്തിൻ്റെ ശത്രുക്കളായിട്ടുള്ള ആളുകൾക്ക് ഇതൊരു പാഠമായിരിക്കും. ഇവൻ തിരിച്ചു ചെന്നിട്ട് ഈ ദൂതന്മാരെ കൊല്ലരുതെന്നേ പറയുന്നുള്ളൂ, അവരെ അംഗഭംഗം വരുത്താം, അവർക്ക് ശാരീരികമായി പരിക്കേൽപ്പിക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. നമ്മൾ ഈ ദൂതനെ അങ്ങനെ അയച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമുക്കതിനൊരു പരിഹാരം ഉണ്ടാവും എന്ന് പറഞ്ഞത്. അതെ, അങ്ങനെ പറഞ്ഞിട്ടാണ് രാവണൻ ഇയാളുടെ വാലിൽ തീ വയ്ക്കാമെന്ന് തീരുമാനിക്കുന്നത്. ഇവൻ്റെ ഈ വാനരന്മാർക്ക് വാൽമേൽ ശൗര്യമാകുന്നു എന്ന് കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞതുപോലെ ഈ വാലിനകത്ത് നമുക്ക് തീ വെച്ച് വിടാമെന്ന് പറയുകയും പിന്നീട് അത് ലങ്കാദഹനത്തിലേക്ക് പോവുകയും ഒക്കെ ചെയ്യുന്ന സന്ദർഭം അപ്പോഴാണ്. സേതുബന്ധനം ആരംഭിച്ചിരിക്കുന്നു, ഇവിടെ അക്കാര്യം അറിയുന്നു. അപ്പോൾ ഇവിടെ ഒരു യുദ്ധസന്നാഹത്തിനായിട്ട്
എല്ലാവരെയും രാവണൻ വിളിച്ചു കൂട്ടുമ്പോൾ അവിടെ വെച്ച് പല അഭിപ്രായങ്ങൾ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ അവിടെ വെച്ച് വിഭീഷണൻ പറയുന്നു, അദ്ദേഹം ആദ്യം പറഞ്ഞത് നമ്മളുടെ ശത്രുക്കൾ ആരായാലും അവരൊരു പാഠം പഠിക്കണം എന്നാണ്. ഇവിടെ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് നമ്മൾ ചെയ്യുന്നത് ശരിയല്ല, നമ്മൾ ഈ സീതയെ വിട്ടുകൊടുക്കണം, രാമനെ എതിരിടാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്, രാമൻ അങ്ങനെ ഒരു ത്രൈലോക്യ പരാക്രമിയായിട്ടുള്ള ആളാണ്, നമുക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു. ഈ വിഭീഷണൻ്റെ വാദം ഇത്രത്തോളം എത്തിയപ്പോൾ രാവണൻ ആ സഭ അവസാനിപ്പിച്ചു പിരിഞ്ഞുപോയി. പിറ്റേന്ന് രാവിലെ വിഭീഷണൻ രാവണൻ്റെ അന്തഃപുരത്തിലേക്ക് ചെന്നു. അവിടെ ചെല്ലുമ്പോൾ അവിടെ സൈന്യത്തെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചില പൂജകളും ഹോമങ്ങളും ഒക്കെ നടക്കുക. അപ്പോൾ രാവണൻ വിഭീഷണനെ കണ്ടിട്ട് കണ്ണുകൊണ്ട് ഇരിക്കാൻ ആംഗ്യം കാണിച്ചു എന്നാണ് വാൽമീകി രാമായണത്തിൽ പറയുന്നത്. ഇതിൻ്റെ നടുവിൽ നിൽക്കുകയല്ലേ, കണ്ണുകൊണ്ട് ഇരിക്കാൻ ആംഗ്യം കാണിച്ചിട്ട് എന്താണ് വന്നതെന്ന് പിന്നീട് അന്വേഷിക്കുമ്പോൾ അവിടെ വച്ച് വീണ്ടും വിഭീഷണൻ പറഞ്ഞു, നമ്മൾ അധാർമികമായിട്ടുള്ള പ്രവൃത്തിയാണ് ചെയ്യുന്നത്, നമ്മൾ സീതയെ തിരികെ കൊടുക്കുകയാണ് വേണ്ടത്, ഇതൊരു യുദ്ധത്തിലേക്ക് നയിക്കും, വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ രാവണന് ചെറിയ തോതിൽ ദേഷ്യം വന്നു. പക്ഷേ രാവണൻ ഒരു സഭ വിളിച്ചു കൂട്ടാൻ പറഞ്ഞു. അപ്പോൾ തന്നെ വീണ്ടും ഒരു സഭ വിളിച്ചു കൂട്ടി. അപ്പോൾ കുംഭകർണൻ ഉണർന്നിരിക്കുകയാണ്. അവിടെ ഇരിക്കുന്ന രാക്ഷസ പ്രമുഖന്മാരോടെല്ലാം രാവണൻ പറഞ്ഞു, നിങ്ങളുടെ അനുവാദം കൂടാതെ ഞാൻ ഇന്നേ വരെ ഒന്നും ചെയ്തിട്ടില്ല. ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി. ഈ ത്രൈലോക്യ സുന്ദരിയായിട്ടുള്ള സീത ഇവിടെ വന്നിട്ടുണ്ട്, അത് എനിക്ക് അനുഭവിക്കാനുള്ളവളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അതാണ് എൻ്റെ ആഗ്രഹം, അതെനിക്ക് സാധിക്കണം. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിക്കുമ്പോഴാണ് കുംഭകർണൻ പറയുന്നത്, ഈ ഞങ്ങളോട് ആലോചിച്ചിട്ടല്ലല്ലോ അങ്ങ് ഈ അപഹരണം നടത്തിയത്, അപ്പോൾ അങ്ങ് അപഹരിച്ചതൊട്ടും ശരിയായില്ല, പക്ഷേ ഞാൻ എൻ്റെ ആയുസ് പോകുന്നത് വരെ ഞാൻ യുദ്ധം ചെയ്യുകയും നിൽക്കുകയും ചെയ്യും, ഞാൻ ഈ വാനര സൈന്യത്തെ മുഴുവൻ ഞാൻ ഭക്ഷിച്ചു തീർക്കും, രാമരാവണന്മാരെ ഞാൻ കൊല്ലും എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം അതിനകത്ത് വളരെ ഇതാണ് എൻ്റെ അഭിപ്രായം, എങ്കിലും ഞാൻ കൂടെ യുദ്ധം ചെയ്യും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വിഭീഷണൻ പറഞ്ഞു, അത് ശരിയല്ല, അദ്ദേഹം പറഞ്ഞതിരിക്കട്ടെ, പക്ഷേ എന്നാലും ഇത് ഒരു നല്ല കാര്യമല്ല എന്ന് വിഭീഷണൻ പറയാനിടയാവുന്നു. അതിൻ്റെ കാരണം അതിന് തൊട്ട് മുമ്പ് മറ്റൊരു മന്ത്രി പ്രഹസ്തൻ എന്ന് പറഞ്ഞ പിന്നീട് യുദ്ധത്തിൽ അയാൾ കൊല്ലപ്പെടുന്നുണ്ട്. കുംഭകർണനെ എതിർത്തുകൊണ്ട് അതിനകത്ത് തീർത്തും സീതയെ ഇങ്ങനെ ഇവിടെ വെക്കേണ്ടതാണ് എന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോഴാണ് വിഭീഷണൻ വീണ്ടും എതിർക്കുന്നത്. അപ്പോൾ പ്രഹസ്തൻ എന്ന് പറയുന്ന രാവണൻ്റെ പ്രധാനപ്പെട്ട മന്ത്രി ഇങ്ങനെ ഈ പറയുന്നതിലൊന്നും ഒരു കാര്യവുമില്ല, ഇതൊക്കെ ഭീരുക്കളാണ് പറയുന്നത്, അതിനകത്ത് ഒരു കാര്യവുമില്ല, നമ്മളിങ്ങനെ തന്നെ നിൽക്കണമെന്ന് പറയുമ്പോൾ വിഭീഷണന് കുറച്ച് കാര്യമില്ല. അപ്പോൾ വിഭീഷണന് ദേഷ്യം വന്നു. വിഭീഷണന് ദേഷ്യം വന്നിട്ട് വിഭീഷണൻ പറഞ്ഞു, ഇത് സീത നമ്മളിപ്പോൾ കാണുന്ന തരത്തിൽ സീത ഒരു വിഷപ്പാമ്പാണ്, ഏത് സമയവും നമ്മളിത് സൂക്ഷിക്കുന്നതിനനുസരിച്ച് നമ്മളെ അത് കൊത്താനുള്ള സാധ്യതയുണ്ട്. പിന്നെ ശ്രീരാമനെ നിങ്ങളൊന്നും അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ്. ശ്രീരാമൻ എന്ന് പറയുന്നത് ത്രൈലോക്യ വിക്രമിയാണ്, നമുക്കാർക്കും അദ്ദേഹത്തെ നേരിടാൻ പറ്റില്ല, ദേവന്മാർക്ക് പറ്റില്ല, ദാനവന്മാർക്ക് പറ്റില്ല, മനുഷ്യർക്ക് പറ്റില്ല, ആർക്കും നേരിടാൻ പറ്റാത്തത്ര. അതെ, പക്ഷേ വാൽമീകി രാമായണത്തിൽ അങ്ങനെ പറയുന്നില്ല, തീർത്തും മനുഷ്യനാണ്, പക്ഷേ അസാമാന്യ വീര്യവാനാണ്. അപ്പോൾ അങ്ങനെ വീര്യവാനായിട്ടുള്ള അദ്ദേഹത്തെ നേരിടാൻ നമുക്ക് സാധ്യമല്ല, ഇത് കൊടുക്കുന്നതാണ് നല്ലത് എന്ന് പറയുമ്പോൾ ഇന്ദ്രജിത്ത് അതിനകത്ത് ഇടപെട്ടിട്ട്, നിങ്ങൾ മഹാഭീരുവാണ്, അച്ഛൻ്റെ അനുജനായിട്ടുള്ള ഈ മനുഷ്യനുണ്ടല്ലോ, ഇയാൾ മഹാഭീരുവാണ്, ഇയാൾ സമൂഹത്തിന് ഗുണം ചെയ്യുന്ന ആളല്ല, ഇയാൾ തീർത്തും തിന്മയാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തെ വ്യക്തിപരമായി ആക്ഷേപിച്ചു. അപ്പോൾ വിഭീഷണൻ വീണ്ടും അതേക്കുറിച്ച്, നീ സത്യം പറഞ്ഞാൽ നീ അച്ഛൻ്റെ മിത്രമല്ല, ഈ സന്മാർഗം ഉപദേശിക്കേണ്ട സമയത്ത് നീ തെറ്റായ വഴിക്ക് നയിക്കുന്ന നീ അമിത്രമാണ്, നീ മിത്രമല്ല, നീ അമിത്രമാണ് എന്ന് പറഞ്ഞ് ഇന്ദ്രജിത്തുമായിട്ട് പ്രശ്നമുണ്ടാകും. പെട്ടെന്ന് രാവണൻ ക്ഷോഭാകുലനായിട്ട് എഴുന്നേറ്റിട്ട്, നീ കുലദ്വേഷിയായിട്ടുള്ള ആളാണ്, നീ എൻ്റെ കുലത്തിന് ആപത്താണ്, അതുകൊണ്ട് ഞാനിനി നിന്നെ കാണുന്നതല്ല, എനിക്ക് നിന്നെ കാണേണ്ടതില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വിഭീഷണൻ പുറത്തു പോകാനായിട്ട് എഴുന്നേൽക്കുമ്പോൾ വിഭീഷണൻ്റെ കൂടെയുള്ള സഹചരന്മാരായിട്ടുള്ള 4 അസുരന്മാർ കൂടി എഴുന്നേറ്റു. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അദ്ദേഹം വീണ്ടും പറഞ്ഞു, ഇപ്പോൾ ഞാൻ ഇറങ്ങിപ്പോകുന്നുണ്ട്, പക്ഷേ ഇതൊരു വലിയ താക്കീതാണ്, ഇനിയെങ്കിലും നിങ്ങൾ നേരെ പ്രവർത്തിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ആപത്താണ് എന്ന് പറയുകയും, അതെ, അപ്പോൾ അങ്ങനെ പറയുകയും എന്നിട്ട് വിഭീഷണൻ ആകാശമാർഗേണ ശ്രീരാമൻ്റെ അടുത്തേക്ക് പോവുകയും ചെയ്തു. അതിനകത്ത് നമ്മൾ അവിടെ കാണേണ്ട വേറൊരു കാര്യം, ഈ രാവണൻ എന്ന കഥാപാത്രത്തിൻ്റെ സഹോദര വാത്സല്യം. ഇങ്ങനെ ചെയ്തത് രാവണനതി പറയുന്നുണ്ട്, ഇങ്ങനെ എന്നോട് സംസാരിച്ചത് മറ്റൊരാളായിരുന്നെങ്കിൽ അവരുടെ ശിരസ് ശരീരത്തിൽ ഭാരമായിരിക്കുമായിരുന്നില്ല എന്ന് പറയുന്നുണ്ട്, സംഹരിച്ചേനെ എന്ന്. പക്ഷേ അങ്ങനെ സംഹരിക്കുന്നില്ല.
ഒരു സഹോദരൻ ഇങ്ങനെ ഇത് ചതിക്കുമെന്നുറപ്പായി. അതും ഇളയ സഹോദരൻ ആ വാത്സല്യമുണ്ടല്ലോ. വാത്സല്യം ചതിക്കുമെന്നുറപ്പായി. നേരെ പോകുന്നത് രാമൻ്റെ അടുത്തേക്കാണെന്നറിയാം. ഇവിടുത്തെ അന്തർരഹസ്യങ്ങൾ മുഴുവൻ അറിയാവുന്ന ഒരാൾ ഇവിടെ നിന്ന് പുറപ്പെട്ടു പോയിട്ട് അങ്ങോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഏതൊരാളും അതിനെ തടയാൻ ശ്രമിക്കുകയാണ് ചെയ്യുക. പക്ഷേ രാവണൻ ഈ സഹോദരൻ്റെ ചലനത്തെ, നീക്കത്തെ, അദ്ദേഹത്തിൻ്റെ കൂറുമാറ്റത്തെ ഒരു കാരണവശാലും തടഞ്ഞില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഈ രാവണനെ ഭയങ്കര ദുഷ്ടകഥാപാത്രമായിട്ട് ചിത്രീകരിച്ച് രാവണനെക്കുറിച്ച് പറയുമ്പോൾ രാവണനിൽ ഇങ്ങനെ ചില വലിയ നന്മകൾ അടങ്ങിയിരുന്നു. അവരുടെ സഹോദരന്മാർ തമ്മിലുള്ള ഒരു സ്നേഹത്തിൽ അത്യധികം വിശ്വസിച്ചിരുന്നു രാവണൻ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ കൊല്ലാതിരുന്നത്. അദ്ദേഹം രാമൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഇവർ 4 പേരും കൂടി ചെല്ലുന്നത് കണ്ടിട്ട് രാമൻ്റെ പാളയത്തിൽ വലിയ ആശങ്കയായി. ശത്രു സൈന്യത്തിൽ നിന്ന് 4 പേര് വരികയാണ്. അപ്പോൾ അഭയമർത്ഥിച്ചാണ് വരുന്നത്. അപ്പോൾ സുഗ്രീവൻ നെഞ്ചത്തലച്ചു പറയുന്നുണ്ട് രാമനോട്, ഒരു കാരണവശാലും ഇദ്ദേഹത്തെ കയറ്റരുത്, ഇയാൾ ചതിക്കും, ഇയാളെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, ഇയാൾ എന്തിനാണ് വരുന്നതെന്ന് അറിഞ്ഞുകൂടാ, രാക്ഷസന്മാരെ പോലെ തന്നെ മായാവിയാണ് ഇയാളും. അപ്പോൾ ഇയാളെ സ്വീകരിച്ചാൽ വലിയ അപകടം ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് പറയുമ്പോൾ ഹനുമാനാണ് ഇടപെട്ട് സംസാരിക്കുന്നത്. ഹനുമാൻ പറയുന്നു, അങ്ങനെ ഒരു കുഴപ്പമില്ല, നമുക്ക് സ്വീകരിക്കാം, നമ്മൾ ശത്രുവിൻ്റെ ഭാഗത്തു നിന്നാണ് വരുന്നതെങ്കിലും നമുക്ക് അയാളെ സുപരീക്ഷിതനാക്കി നമുക്ക് സ്വീകരിക്കാവുന്നതേ ഉള്ളൂ എന്ന് ഹനുമാൻ്റെ ആ നയതന്ത്രത്തിലുള്ള സംസാരം കേട്ട് കഴിയുമ്പോൾ ശ്രീരാമൻ പറയുന്നു, ഇതെൻ്റെ തീരുമാനമാണ്, എൻ്റെ അടുത്ത് അഭയമർദ്ദിച്ചു വരുന്നയാൾ, അയാൾ എന്നെ അകത്തു നിന്ന് ചതിച്ചാലും പുറത്തു നിന്ന് ആക്രമിച്ചാലും അഭയം തേടി വരുന്ന ഒരാളെ ഞാൻ അയാളെ സ്വീകരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് വിഭീഷണനെ സ്വീകരിക്കുന്നത്. പക്ഷേ രാമരാവണ യുദ്ധത്തിൽ വിഭീഷണനെ സ്വീകരിച്ചത് ശ്രീരാമനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം അനുഗ്രഹമായി തീർന്നു. ഒരു പക്ഷേ അതല്ലെങ്കിൽ രാവണനെ ഇങ്ങനെ നേരിടാൻ സാധ്യമാകുമായിരുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞ് അവിടെ ഇങ്ങനെ പടകുടീരത്തിൽ ആകുമ്പോഴാണ് ശുകസാരണന്മാർ എന്ന് പറയുന്ന 2 പേരെ രാവണൻ ചാരന്മാരായിട്ട് അയക്കുന്നത്. അവർ 2 പേരും വന്നിട്ട് ഈ പടകുടീരത്തിൽ കയറിയിട്ട് പിടിക്കപ്പെട്ട് കഴിഞ്ഞ് അവരെ ശ്രീരാമൻ്റെ മുമ്പിൽ കൊണ്ടുവരുമ്പോൾ ഇവർ 2 പേരും ലങ്കയിലുള്ള ആളുകളാണെന്ന് വിഭീഷണനാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. പക്ഷേ ശ്രീരാമൻ അവരെ കൊല്ലണം എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീരാമൻ പറഞ്ഞു, കൊല്ലുന്നില്ല എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് എന്തൊക്കെയാണ് അറിയേണ്ടതെന്ന് ചോദിച്ചതിനെല്ലാം വളരെ സത്യസന്ധമായി, ഇവിടുന്ന് ചാരന്മാരായിട്ട് വരണ്ട, നിങ്ങൾ നേരെ വന്നാൽ ഞാൻ നിങ്ങൾക്കിത് പറഞ്ഞു തരുമെന്ന മട്ടിൽ ശ്രീരാമൻ ഇതെല്ലാം പറഞ്ഞു കൊടുത്താണ് അവരെ അയക്കുന്നത്. ഇത് കഴിഞ്ഞ് സൈന്യം അപ്പുറത്ത് ചെന്ന് കഴിഞ്ഞിട്ട് ഈ വിഭീഷണൻ്റെ കൂടെയുള്ള 4 പേരെ വേഷം മാറ്റി ആ 4 പേരെ രാവണൻ്റെ അടുത്തേക്ക് അയച്ചിട്ട് അവിടുത്തെ ഉള്ളറ രഹസ്യങ്ങൾ ബാക്കി കൂടി എന്താണ് സൈന്യത്തിൻ്റെ സംഘാടനമെന്നെല്ലാം മനസ്സിലാക്കി തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. യുദ്ധത്തിലുടനീളം വിഭീഷണൻ്റെ ഇടപെടലുണ്ട്. അപ്പോൾ നാഗാസ്ത്രമേറ്റ് ഇവരെല്ലാവരും വീണ് കിടക്കുമ്പോൾ ഇത് ശ്രീരാമനും ലക്ഷ്മണനും വാനരസൈന്യം നേതാക്കന്മാർ വീണു എന്ന് പറഞ്ഞ് ചിതറിയോടി. അപ്പോൾ ഇന്ദ്രജിത്ത് സീതയെ വധിച്ചു, സീതയെ മുകളിൽ കൊണ്ടുവന്ന് ഇതെല്ലാം കാണിച്ചു. പക്ഷെ അപ്പോൾ വിഭീഷണനാണ് പറഞ്ഞത്, ഇതിങ്ങനെയല്ല വേണ്ടത്, ഇതൊരു മായാ സംഭവമാണ്, ഇതിനകത്ത് നിങ്ങളങ്ങനെ പരിഭ്രമിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് രാമനും ലക്ഷ്മണനും ബ്രഹ്മാസ്ത്രത്തെ ബഹുമാനിച്ച് കീഴടങ്ങിയതാണ്, അല്ലാതെ നമ്മളങ്ങനെ വിചാരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വീണ് കിടക്കുന്ന ആളുകളെ അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഇവർ ജാംബവാനെ അന്വേഷിച്ച് പോവുകയാണ്. ജാംബവാൻ എവിടെയെന്നാണ് ചോദിക്കുന്നത് സുഗ്രീവനൊക്കെ. അപ്പോൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ ജാംബവാൻ മുറിവേറ്റ് കിടക്കുകയാണ്. അപ്പോൾ ജാംബവാനോട് ചോദിക്കുമ്പോൾ ജാംബവാൻ ചോദിക്കുന്നത് എവിടെയാണ്, ഹനുമാൻ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്താ ഹനുമാനെക്കുറിച്ച് അന്വേഷിച്ചതെന്ന് വിഭീഷണൻ ജാംബവാനോട് ചോദിക്കുമ്പോൾ ജാംബവാൻ പറയുന്നത്, ഹനുമാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നമുക്ക് രാമലക്ഷ്മണന്മാരെ എല്ലാം തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടത്ര ശക്തിയുള്ള ആളാണ് ഹനുമാൻ എന്ന് വിഭീഷണനോട് പറയുന്നുണ്ട്. നമ്മൾ ഇതിൽ നിന്ന് മോചനം നേടിക്കഴിയുമ്പോൾ ഓരോ തവണയും യുദ്ധത്തിൻ്റെ ഗതിവിഗതികളെ നിയന്ത്രിക്കുമ്പോൾ അവിടെ എല്ലാം കൃത്യമായിട്ട് ഉപദേശങ്ങൾ കൊടുക്കുന്നത് വിഭീഷണനാണ്. ഇന്ദ്രജിത്ത് യാഗം ചെയ്യാൻ പോവുകയാണ്, നികുംഭിലയിലാണ് യാഗം ചെയ്യുന്നത്. അവിടെ വെച്ച് യാഗം വിജയിച്ചാൽ അയാളെ പിന്നെ എതിരിടാൻ നമുക്ക് സാധ്യമല്ല, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ യാഗം പൂർത്തിയാക്കാൻ അനുവദിക്കരുതെന്ന് പറഞ്ഞ് നികുംഭിലയിലേക്കുള്ള വഴിയൊക്കെ കാണിച്ചു കൊടുത്തെല്ലാം ചെയ്യുന്നതൊക്കെ വിഭീഷണനാണ്. അയാളെ വധിക്കാൻ, ഇന്ദ്രജിത്തിനെ വധിക്കാൻ, ഇന്ദ്രജിത്തുമായിട്ട് അയാളെ യുദ്ധമൊക്കെ ഉണ്ടാകുന്നുണ്ട്, ഇന്ദ്രജിത്തും അവരും തമ്മിൽ വാക്പോരൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇദ്ദേഹത്തെ അവിടെ വെച്ചും ഇന്ദ്രജിത്ത് ആക്ഷേപിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. കുലദ്വേഷിയാണ്, കുലധ്വംസകനാണ്, ചാരവൃത്തി നടത്തുന്ന ആളാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ രാവണനുമായിട്ട് നേരിട്ട് ഏറ്റുമുട്ടുന്നുണ്ട് വിഭീഷണൻ. ഇതിൽ പലരുമായിട്ട് നേരിട്ട് ഏറ്റുമുട്ടുന്നുണ്ട്. ആ യുദ്ധത്തിൽ വലിയ പങ്ക് വഹിച്ച് ഈ രാവണൻ്റെ മരണത്തിനും
കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുന്ന കാര്യത്തിലും ശ്രീരാമനെ നിയന്ത്രിക്കുന്ന കാര്യത്തിലും ഒക്കെ വേണ്ട വിധത്തിൽ യുദ്ധത്തിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അതിനുശേഷം യുദ്ധാനന്തരം വിഭീഷണനെ അഭിഷേകം ചെയ്യുന്നു. പക്ഷേ ആദ്യം വിഭീഷണൻ പടകുടീരത്തിലേക്ക് വന്നു കഴിഞ്ഞ് സ്വീകരിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ പറയുന്നുണ്ട്, ലക്ഷ്മണ നീ കുറച്ച് ഗംഗാജലം കൊണ്ടുവരും, ഞാൻ ഇയാളെ അഭിഷേകം ചെയ്യട്ടെ. അവിടെ വെച്ച് ഒരു പ്രാഥമികമായിട്ട് തന്നെ അഭിഷേകം ചെയ്തിട്ടുണ്ട്. ഈ ഗവൺമെൻറ് ഇൻ എക്സൈൽ എന്ന് പറയുമല്ലോ, നമ്മളിവിടെ ടിബറ്റിലെ ഗവൺമെൻറ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടല്ലോ. അപ്പോൾ പല രാജ്യങ്ങളിലും ഭ്രഷ്ടരാകുന്ന ഭരണാധിപന്മാർ വേറൊരു രാജ്യത്തെ ഒരു ഗവൺമെൻറ് ഇൻ എക്സൈൽ ഉണ്ടാക്കും, ഒരു നാട് കടത്തപ്പെട്ട ഗവൺമെൻറ്. അപ്പോൾ ആ തരത്തിൽ വിഭീഷണനെ അങ്ങനെ അഭിഷേകം പോലും ചെയ്യുന്നുണ്ട്. ലങ്കയുടെ അധിപതിയായിട്ട് രാവണൻ ജീവിച്ചിരിക്കെ തന്നെ ഇവിടെ വെച്ച് ശ്രീരാമൻ അഭിഷേകം ചെയ്യുന്നുണ്ട്. പക്ഷേ രാവണൻ്റെ മരണാനന്തരം അഭിഷേകം ചെയ്യുകയും അവിടെ ഈ വലിയ വിലാപങ്ങളൊക്കെ നടക്കുമ്പോൾ സംസ്കാരം നടത്താൻ മണ്ഡോദരി ആവശ്യപ്പെടുമ്പോൾ ശ്രീരാമൻ്റെ നിർദ്ദേശപ്രകാരമാണ് ബാക്കി സംസ്കാര ചടങ്ങുകളെല്ലാം നടക്കുന്നത്. എല്ലാം കഴിഞ്ഞിട്ട് സീതയെ സർവാഭരണ വിഭൂഷിതയാക്കി എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരൂ എന്ന് വിഭീഷണനോടാണ് പറയുന്നത്. അപ്പോൾ വിഭീഷണൻ മറ്റ് അസുര സ്ത്രീകളോട് പറഞ്ഞിട്ട്, രാക്ഷസ സ്ത്രീകളോട് പറഞ്ഞിട്ടാണ് അവർ സീതയെ സർവാഭരണ വിഭൂഷിതയാക്കി. സീതയ്ക്ക് സത്യം പറഞ്ഞാൽ ഒരാഭരണവും അണിയാതെ അവിടെ ഇരുന്ന നിലയിൽ ശ്രീരാമൻ്റെ മുമ്പിൽ വരാനായിരുന്നു താല്പര്യം. പക്ഷേ ശ്രീരാമൻ ആവശ്യപ്പെട്ടിട്ടാണ് അങ്ങനെ കൊണ്ടുവരുന്നത്. അപ്പോൾ അങ്ങനെ കൊണ്ടുവരുന്നു. അത് കഴിഞ്ഞ് അഗ്നി പരീക്ഷ, അതെല്ലാം കഴിഞ്ഞിട്ട് വിഭീഷണൻ നാട്ടിലേക്ക് പുറപ്പെടാൻ പോകുമ്പോൾ ശ്രീരാമനോട് പറയുന്നു, അങ്ങ് എൻ്റെ ഒരു അഭ്യർത്ഥന സ്വീകരിക്കണം, ഞാൻ ഈ ഒരുക്കിയിട്ടുള്ള പുഷ്പക വിമാനത്തിൽ വേണം പോകാൻ. എൻ്റെ സ്വന്തമാണിപ്പോൾ ഈ പുഷ്പക വിമാനം എന്ന് പറഞ്ഞിട്ട് വിഭീഷണൻ പറയുന്നുണ്ട്, അല്ല ഇത് നമ്മുടേതാണ്, ഇത് അങ്ങയുടേതാണ് ഈ പുഷ്പക വിമാനം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് ശ്രീരാമൻ പുഷ്പക വിമാനത്തിൽ കയറിയിട്ട് വരുന്നത്. കിഷ്കിന്ധയുടെ മുകളിൽ ഇറക്കിയിട്ട് അവിടുന്ന് താരയൊക്കെ കയറ്റി പിന്നീട് ഭരദ്വാജാശ്രമത്തിലൊക്കെ ഇറങ്ങിയിട്ടാണ് വരുന്നത്. ആ സമയത്ത് അഭിഷേകത്തിൽ ഞങ്ങൾ കൂടി പങ്കെടുത്തോട്ടെ എന്ന് വിഭീഷണൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുമതിയോടുകൂടിയാണ് വന്ന് അഭിഷേകത്തിൽ പങ്കെടുക്കുന്നത്. അതുവരെയാണ് നമ്മൾ വിഭീഷണനെ കാണുന്നത്. പിന്നെ ഉത്തരരാമായണത്തിൽ വിഭീഷണൻ്റെ ജനനത്തെക്കുറിച്ച്, രാവണൻ്റെ ജനനത്തെക്കുറിച്ച്, ഇന്ദ്രജിത്തിൻ്റെ ജനനത്തെക്കുറിച്ചൊക്കെ പിന്നീട് പറയുന്നുണ്ട് എന്നല്ലാതെ നമ്മൾ രാമായണത്തിൽ വിഭീഷണനെ കാണുന്നത് ഇവിടെ വരെയാണ്. ബാലാമണിയമ്മയുടെ ഒരു കവിതയുണ്ട് വിഭീഷണൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനകത്ത് വളരെ ഗംഭീരമാണ് കേട്ടോ. വാൽമീകി രാമായണത്തെ ആധാരമാക്കി ബാലാമണിയമ്മ എഴുതിയിട്ടുള്ള കവിതയാണ്. അതിനകത്ത് അവർ പറയും, ഈ സീതാ പരിത്യാഗം ഉണ്ടല്ലോ, അത് വിഭീഷണൻ അറിയുന്നതായിട്ട് ബാലാമണിയമ്മ പറയുന്നുണ്ട്. അതിൽ ആരോ പറഞ്ഞു കേട്ടു സീതയെ കാനനത്തിൽ ഉപേക്ഷിച്ചു എന്ന്, അപ്പോൾ എൻ്റെ ഉള്ളാകെ നൊന്തുപോയി എന്ന് വിഭീഷണൻ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അതൊരു സാങ്കല്പികമാണ്, അത് രാമായണത്തിലുള്ളതല്ല. എന്നാലും വിഭീഷണനെ നമുക്കങ്ങനെ ചിന്തിക്കാം. അങ്ങനെ അത് നല്ലൊരു ഗംഭീര കവിതയാണ് ബാലാമണിയമ്മയുടെ. വിഭീഷണൻ്റെ ഒരു മൊത്തം മാനസിക വ്യാപാരങ്ങളെ കണ്ടുകൊണ്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ വിഭീഷണനെ നമ്മളൊന്ന് എല്ലാം കൂടെ ചേർത്ത് അവസാനം നമ്മളൊന്ന് പറഞ്ഞാൽ, ഇങ്ങനെ രണ്ട് തരത്തിൽ ഇപ്പോഴും വിഭീഷണനെക്കുറിച്ച് പറയുന്ന ആളുകൾ രണ്ട് പക്ഷത്തു നിന്ന് കാണുന്ന അവസ്ഥയുണ്ട്. വിഭീഷണൻ പൂർണ്ണമായിട്ടും ഈശ്വരഭക്തനായി ശ്രീരാമങ്കൽ പോയിട്ട് മഹാവിഷ്ണുവിൽ ലയിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് നിൽക്കുന്ന വളരെ ഭക്തനായിട്ടുള്ള ഒരാളായിട്ടും, രാവണനെ കൂടെ നിന്നിട്ട് അവിടെ നിന്ന് അധികാരമോഹം കൊണ്ട് ലങ്കയിൽ രാജാവാകാമെന്ന് മോഹിച്ചിട്ടിറങ്ങി രാവണനെ ചതിച്ച ആളാണെന്നും രണ്ട് തരത്തിൽ നമുക്ക് പറയാം. നമ്മൾ സാധാരണ ലൗകിക ബുദ്ധി കൊണ്ട് ആലോചിക്കുമ്പോൾ, സാധാരണ മനുഷ്യരായി ആലോചിക്കുമ്പോൾ ഈ പറഞ്ഞതൊരു ശരിയല്ലേ എന്ന് തോന്നും. ജ്യേഷ്ഠനെ ഉപേക്ഷിച്ച് വന്ന് ഇപ്പുറത്ത് നിന്ന് സകല തന്ത്രങ്ങളും പറഞ്ഞു കൊടുത്ത് അയാളെ സംഹരിച്ചില്ലേ എന്ന്. അയാളുടെ പാപകൃത്യം വേറൊന്നായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അയാളൊരു പാപം ചെയ്ത ആളാണ്. അപ്പോൾ പാപകൃത്യം നിൽക്കുന്നുണ്ട്. അയാൾ ഒരു സ്ത്രീയെ അപഹരിച്ച ആളാണ്. അപ്പോൾ അവരുടെ ഇഷ്ടം കൂടാതെ അപഹരിച്ച ഒരാളാണ്. പക്ഷേ അതാണ് ന്യായമെങ്കിൽ, നമ്മളിപ്പോൾ എൻ്റെ ഒരു കുടുംബത്തിലാണ് ഒരു കാര്യം നടക്കുന്നത്, എൻ്റെ ഒരു ജ്യേഷ്ഠനാണ്, എൻ്റെ ഒരു ജ്യേഷ്ഠൻ്റെ ആപത്ത് വരുന്നു. അപ്പോൾ നമ്മൾ അയാളുടെ ധർമാധർമ്മങ്ങൾ ആ ലാഭം, പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും അതിൻ്റെ ധർമാധർമ്മങ്ങൾ നോക്കിയാണോ നിൽക്കേണ്ടത്, അതല്ല ജ്യേഷ്ഠൻ്റെ കൂടെയാണോ നിൽക്കേണ്ടത്, കുംഭകർണൻ്റെ മാർഗമായിരുന്നോ ശരി, വിഭീഷണൻ്റെ മാർഗമായിരുന്നോ ശരി എന്നെല്ലാം ധാരാളം ചിന്തകൾക്ക് അവസരമുണ്ട്. ഇപ്പോൾ രാമായണ മഹാഭാരതങ്ങളുടെ ഒരു പ്രത്യേകത നമുക്ക് നമ്മളുടേതായ നിഗമനങ്ങളിലെത്താം എന്നുള്ളതാണ്. അപ്പോൾ ആ തരം നിഗമനങ്ങളിലെത്താൻ പ്രേരിപ്പിച്ചുകൊണ്ട് ഇന്നും വലിയ ചിന്തയ്ക്ക് വഴിമരുന്നിട്ടുകൊണ്ട് അതിൻ്റെ തേജോമയമായ ഒരു കഥാപാത്രമായി, വളരെ തേജോമയമായ ഒരവസ്ഥയിൽ വിഭീഷണൻ രാമായണത്തിൽ നിൽക്കുന്നുണ്ട്. തനിക്ക് ന്യായമാണെന്ന് ഉറപ്പുള്ള ഒരു കാര്യത്തിന് വേണ്ടി വളരെ ഉറപ്പോടുകൂടി നിൽക്കുകയും അതിനുവേണ്ടി തൻ്റെ കുടുംബത്തെയും സഹോദരനെയും ഒക്കെ ഉപേക്ഷിക്കാനും സ്ഥൈര്യം കാണിച്ച ഒരു വ്യക്തിത്വമാണ് വിഭീഷണൻ. നാളെ മറ്റൊരു കഥാപാത്രവുമായി വീണ്ടും എത്താം. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം.